Hey guys, welcome back മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഞാൻ ഓൾറെഡി Q&A ഇട്ടിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എല്ലാവരും സെറ്റ് ആക്കുക. ഞാനിവിടെ സൈഡിൽ കാണിക്കാം. അതുപോലെ നമ്മുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നമ്മുടെ ചലഞ്ച് വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ആ ഒരു ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തെ ചാനലാട്ടോ മച്ചാമാരെ, നമ്മുടെ റിയൽ സഞ്ജു പോലെ തന്നെ നമ്മുടെ വ്ളോഗിന്റെ ഒരു ചാനലാണ് മച്ചാമാരെ. അപ്പോൾ അതുപോലെ പറയാനുള്ള നമ്മുടെ വീഡിയോ തന്നെ ഗിവ് അവേ ഉണ്ട്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി പറയാം മച്ചാമാരെ. അപ്പൊ ആദ്യം നമ്മൾ എന്താ പറയാ, നമ്മളെ ഒരു എഡിറ്റ് കിട്ടിയപ്പോൾ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. ഈ ഒരു പ്ലെയറിന്റെ പേര് അറിയുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നാണ്, എന്തൊക്കെയാ സംഭവം ഒരു പിടുത്തമില്ല. നമ്മുടെ പ്ലെയറിനെ തന്നെ കാണിച്ചിട്ട് ചൈനീസിലാട്ടോ ഗൈസ് ഇതൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും വെറൈറ്റി ആർട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ ഗൈസ് നമുക്ക് പറയാനുള്ളത്, ഇനിയിപ്പോ നമ്മുടെ അപ്ഡേറ്റ് വരാൻ പോവാണ്. ക്യാമ്പയിൻ പുതിയത് വരാൻ ടൈമായി. എല്ലാ കാര്യങ്ങളും ഉണ്ട്, കോയിന് എല്ലാം ഉണ്ട് മച്ചാമാരെ. ഇപ്പൊ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് എഡിറ്റഡ് ആണെന്ന് അറിയില്ല, കാരണം ഓൾറെഡി നമ്മുടെ സ്പാനിഷിന്റെ ഒരു ഇതില് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കണ്ടതാണ്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവർ ഇത് എഡിറ്റ് ചെയ്താണെന്ന് അറിയില്ല. നമ്മുടെ റൊണാൾഡോന്റെയും ബെൻസിമയുടെയും ബെയിലിന്റെ ഒരു കാർഡിന്റെ ഡാറ്റാബേസിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് ഓൾറെഡി ഇത് വന്നതിന് ശേഷമാണ് നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അത് പ്രമാണിച്ച് മിക്കവാറും ചിലപ്പോൾ നമ്മുടെ ബി ബി സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, MSN ഇറങ്ങിയ പോലെ അന്ന് ഇത് ഇറങ്ങിയതാണ്. BBC വരുമോ എന്ന്. അപ്പം റയൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു കാർഡ് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു കാർഡൊക്കെ വന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ MSN കയറിയ പോലെ തന്നെ സാധനം കൊളുത്തും കൊനാമി. അപ്പൊ എന്തായാലും വരട്ടെ, കാരണം ഓൾറെഡി മച്ചാമാരെ വേറെ ഒന്നുമല്ല, നമ്മുടെ ആ പണ്ടത്തെ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കിടിലനാവും. അപ്പൊ എന്തായാലും വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഈ ഒരു BBC ഒക്കെ. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. ഓൾറെഡി BBC വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാൽ ബെൻസിമ ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ വരും. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. റൊണാൾഡോ പിന്നെ ഗൈസ് എന്താ പറയാ, നമ്മുടെ ക്യാമ്പയിൻ ആണ് നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ക്യാമ്പയിൻ എന്ന് വെച്ചാൽ മച്ചാമാരെ 850 മില്യൺ ഡൗൺലോഡ് ക്യാമ്പയിന് നമ്മളിപ്പോ എന്താ പറയാ, ഓൾറെഡി നമ്മൾ ക്യാമ്പയിൻ ആവേണ്ട ടൈം ആയിട്ടുണ്ട്. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം, ഇപ്പോ 900 മില്യൺ ക്യാമ്പയിൻ വന്നിട്ടില്ല, അന്ന് നിർത്തിപ്പോയതാണ് ആ ക്യാമ്പയിൻ. അപ്പൊ മിക്കവാറും ഈ ഒരാഴ്ച, അതായത് ഏപ്രിൽ 3-ാം തീയതി നമുക്കൊരു എന്താ പറയാ ഒരു ഇതുണ്ട്, ക്യാമ്പയിൻ ഉണ്ട്. കാരണം ഒരു ക്യാമ്പയിൻ തീരാൻ പോവാണ്. അപ്പൊ മിക്കവാറും 2 ക്യാമ്പയിനാണ് ബാക്കി നിൽക്കുന്നത്. ഒന്ന് നമ്മുടെ മില്യൺ ഡൗൺലോഡ്സ് ക്യാമ്പയിനും പിന്നെ ഈദിന്റെ ക്യാമ്പയിൻ. അപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ കൊനാമി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈദ് തന്നെ ആയിരിക്കും. കാരണം ഈദ് പാവാനായില്ലേ. അപ്പൊ മിക്കവാറും അവരത് കൊണ്ടുവരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേ ടൈമിൽ ഈദാണ് അവർ കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഈദായിരിക്കും മിക്കവാറും. നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം ഒരാഴ്ച നമുക്ക് ഏകദേശം ഒരു 100 കോയിനോളം കിട്ടുന്നുണ്ട് ലോഗിൻ ബോണസ് ആയിട്ട്. അപ്പം എല്ലാ ദിവസവും 100 അല്ല കേട്ടോ, ഓരോ ദിവസവും 10-20 ഒക്കെ വെച്ചിട്ടാണ്. പിന്നെ മച്ചാമാരെ ഓൾറെഡി ഇനിയിപ്പോ നമ്മുടെ ഒരു എന്താ പറയാ പ്രഡിക്ഷൻ ആട്ടോ, ഇത് പ്രഡിക്ഷൻ ആണ്. നമ്മുടെ ഈ ഒരു വരുന്ന ഈ ഒരു അപ്ഡേറ്റ് ദിവസം, അതായത് നിങ്ങൾക്കറിയാം മിക്കവാറും ഏപ്രിൽ 17-നാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും ആ ദിവസം വരുമെന്ന്. അപ്പോൾ അന്ന് നമുക്ക് ഈ ഫുട്ബോൾ തന്നെ മാസ്റ്റർ ലീഗ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും പണ്ടുതൊട്ടേ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സംഭവം. അപ്പൊ എന്തായാലും ഗൈസ് ഇത്രയും മേജർ അപ്ഡേറ്റ് ആയതുകൊണ്ട് മാസ്റ്റർ ലീഗ് വെക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കാരണം ചൈനീസിലൊക്കെ ഈ ഡാറ്റാബേസിൽ ഇതൊക്കെ പണ്ടേ ഗ്ലോബൽ എത്തിയിട്ടുണ്ട്, പക്ഷെ ഓൾറെഡി ചൈനീസിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ മിക്കവാറും ചൈനീസിൽ ആദ്യം വന്നിട്ട് പിന്നെ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്തായാലും ഞാൻ ഗിവ്അവേന്റെ കാര്യം പറയാട്ടോ മച്ചാമാരെ. അപ്പോൾ മാസ്റ്റർ ലീഗ് ആണ്, പിന്നെ നമ്മുടെ റൊണാൾഡോന്റെ കാർഡും റൊണാൾഡിനിന്റെ കാർഡുമാണ്. പിന്നെ ഒരെണ്ണം നാഷണൽ ഹീറോസ് എന്ന് പറഞ്ഞൊരു വോളിയം 1 ഉണ്ട്. അപ്പം ഇത് ഞാൻ ഇന്നലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. പിന്നെ ഇതിപ്പോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു എഫക്ട് വന്നിട്ടുണ്ട്, ബിഗ് ടൈം എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ വന്നിട്ടുണ്ട്. ആ ഫിൽറ്റർ ഉപയോഗിച്ച് ആരോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ ഞാൻ കാണിച്ചു തന്നാണ്. CF റൊണാൾഡോന്റെ പറയാൻ പറ്റില്ല ഗൈസ്, കൊനാമി ഇങ്ങനെ എത്തിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ് പറയാനുള്ളത്, നമ്മുടെ ഫ്രാങ്ക് റിബറിന്റെ ഡാറ്റാബേസിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലിയുടെയും ഡാറ്റാബേസിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഗൈസ് ഇനിയിപ്പോ അടുത്ത ആഴ്ച നമ്മുടെ ചെക്കും കാര്യങ്ങളൊക്കെ എത്താൻ കാര്യങ്ങളുണ്ട്, ചെക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മിക്കവാറും ഇവരുടെ ഒരു പാക്ക് നമുക്ക് കൺഫേം ആണ്. പിന്നെ ഇതിന്റെ കാര്യമാണ് ഗൈസ്. അപ്പൊ മച്ചാമാരെ ഗീവവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി 2 പേർക്ക്, അതായത് ഗൈസ് 2 പേർക്ക് 50 രൂപേന്റെ പെപ്പിന്റെ പാക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ 1K ലൈക്ക് ആക്കാം മച്ചാമാരെ. 1K ഇന്നലത്തെ വീഡിയോയിൽ കേട്ടോ, ഇന്നലത്തെ വീഡിയോയിൽ 1K ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ അതിൽ നിന്ന് എന്താ പറയുക കമന്റ് ചെയ്യുക. അതിൽ എന്താ പറയുക കമന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സൈറ്റിൽ പോയിട്ട് ആരാണോ നമ്മുടെ 2 സബ്സ്ക്രൈബറിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോഴും സബ് ചെയ്യേണ്ടി കാണുന്നുണ്ട്, ഉറപ്പായിട്ട് നമ്മളെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു നമ്മൾ 10K ആണ്. അപ്പൊ എല്ലാവരും ഉഷാറാക്കാം മച്ചാമാരെ. പിന്നെ നെറ്റിന്റെ ഒരു തികയാത്ത പ്രശ്നം കൊണ്ടിട്ടോ മച്ചാമാരെ രാത്രി നമ്മൾ 8 മണിക്ക് ലൈവ് വരാത്തെ. അപ്പൊ എന്തായാലും സെറ്റാക്കി വരാം. വ്യാഴാഴ്ച എന്തായാലും നമ്മൾ മെയിൻ്റെനൻസ് ലൈവ് ഉറപ്പായിട്ടുണ്ടാവും. രാവിലെ പരമാവധി ഞാൻ 10 മണിയാണ്, പക്ഷെ അതിന് മുമ്പ് 9:30 ആകുമ്പോൾ പറ്റുകയാണ്. ഉറപ്പായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെല്ലാവരും ലൈവിൽ വരിക. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് എന്തായാലും 8 മണിക്ക് ഉറപ്പായിട്ട് ലൈവ് വെക്കും കേട്ടോ. പിന്നെ വ്ളോഗ് ചാനലിൽ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഇടാൻ തുടങ്ങുകയാണ്, കാരണം വെക്കേഷൻ ഒക്കെ ആയല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ ഒരു 2 ദിവസം 3 ദിവസം ഗ്യാപ്പിൽ ഉറപ്പായിട്ടും വ്ളോഗ് വീഡിയോയിൽ
നല്ല കിടക്കാച്ചി വീഡിയോസ് ചലഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ Q&Aയിലും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ സൈഡിൽ കാണിക്കട്ടോ. ചാനൽ ആരെങ്കിലും സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാം. മച്ചാമാരെ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, കിടിലൻ ലൈവ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി അപ്ഡേറ്റ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഉറപ്പായിട്ട് പെട്ടെന്ന് ഇതാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവ് കാണുന്നതായിരിക്കും. എല്ലാവരും അടിച്ചു വിളിക്കുക. ബൈ ഗൈസ്.